ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പ്രിയ ചോദിക്കുന്നുണ്ട്, വിനോദിന് വരുണേട്ടൻ പറയുന്നിടത്ത് ഒപ്പിടലാണോ ജോലി? അപ്പോഴേക്കും വിനോദ് പറയുന്നുണ്ട്, ഗോവിന്ദേട്ടൻ എനിക്കൊന്നും അറിയില്ല, ഈ സുവർണ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഗോവിന്ദ് തിരിച്ചു പറയുന്നുണ്ട്, വിനോദിന് ഈ ഇതിലൊന്നും യാതൊരു ഇതുമില്ലാന്ന് എനിക്കറിയാം. പക്ഷേ വിനോദിന് എന്തെങ്കിലും മനസ്സറിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചു എന്നേ ഉള്ളൂ. ആ 25 ലക്ഷം രൂപ ഏത് അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതൊക്കെ ആർക്കാ കൊടുത്തതെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടാണ് എല്ലാവരോടും വരാൻ പറഞ്ഞത്. അപ്പം വരുണും അതുപോലെ തന്നെ സുവർണയും നന്നായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. പക്ഷേ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിലും രാധികയ്ക്ക് ഏകദേശം എന്തോ ഒരു അബദ്ധം സംഭവിച്ചല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വരുൺ ഇങ്ങനെ തല താഴ്ത്തുമ്പോഴേക്കും രാധിക വരുണിനെ നോക്കുകയാണ്, നീ ആണോ എന്നൊരർത്ഥത്തിൽ. അപ്പം വരുൺ വീണ്ടും ഒന്നുകൂടെ തല താഴ്ത്തുകയാണ്, അതായത് താൻ തന്നെ ചെയ്ത് തെറ്റാണെന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെ സുവർണയെ നോക്കുന്ന സമയത്ത് സുവർണയ്ക്കും അതേപോലെ തന്നെ ഒരു പേടിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗോവിന്ദ് പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞ പേര്, ഈ 25 ലക്ഷം രൂപ പോയ അക്കൗണ്ട് കരൺ നായിക്ക് എന്നൊരാളുടെ അക്കൗണ്ടാണ്. അപ്പം വരുൺ ശരിക്കും ഷോക്കാവുകയാണ്. കാരണം മൊത്തമായിട്ടും എല്ലാ തെളിവുകളും കിട്ടിയതിന് ശേഷമാണ് ഗോവിന്ദേട്ടൻ ഈ ചോദ്യങ്ങൾ ചെയ്യുന്നതെന്ന് വരുണിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അജാസിൻ്റെ മുഖത്തൊരു പുച്ഛച്ചിരി വിരിയുന്നുണ്ട്. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാനാവില്ലല്ലോ എന്നൊരർത്ഥത്തിൽ. അപ്പോൾ സുവർണയും വരുണും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന സമയത്ത് രാധിക മനസ്സിൽ ചിന്തിക്കുകയാണ്, കരൺ നായിക്ക് ഗീതുവിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന വാടക കൊലയാളിയാണെന്ന കാര്യവും ഗോവിന്ദ് അറിഞ്ഞു കാണുമോ? എങ്കിൽ എല്ലാം ഇന്നുകൊണ്ട് തീരും. രാധിക ഇങ്ങനെ ടെൻഷൻ അടിച്ച് മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, ആ കാശ് എന്തിനു വേണ്ടി അയാൾക്ക് കൊടുത്തു എന്നുള്ള കാര്യം സുവർണക്ക് നേരെ കൈ ചൂണ്ടിയിട്ട് പറയാണ്. സുവർണ പറഞ്ഞാൽ മതി. സുവർണ ഇങ്ങനെ വെട്ടി വേർക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. എന്താ ഇപ്പോൾ ചെയ്യാമെന്ന് അറിയാത്തൊരവസ്ഥയിൽ. അപ്പോൾ ഗോവിന്ദ് വീണ്ടും പറയുന്നുണ്ട്, സത്യം പറഞ്ഞ് രക്ഷപ്പെടണോ അതോ കള്ളം പറഞ്ഞ് ജയിലിൽ കിടക്കണോ? അപ്പോൾ സുവർണ രണ്ടാമതൊന്നും ആലോചിക്കാതെ പറയാണ്, വരുൺ സാറ് പറഞ്ഞിട്ടാ ഞാൻ ആ ക്യാഷ് അയച്ചത്. രാധിക ഞെട്ടിത്തരിച്ച് സുവർണയെ നോക്കുകയാണ്. കാരണം ഒറ്റിക്കൊടുത്തതിന് തുല്യമാണല്ലോ. അതുപോലെ തന്നെ വരുണും ഞെട്ടുന്നുണ്ട്. പക്ഷേ അജാസ് ഇങ്ങനെ ഒരവസ്ഥയിലാണുള്ളത്. കാരണം അവൾ ഒറ്റിക്കൊടുത്തതും അജാസിന് ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഇവർ തെറ്റ് ചെയ്തത് കണ്ടുപിടിക്കണം എന്നും അജാസിനുണ്ടായിരുന്നു. അപ്പം വിനോദാണെങ്കിലും പ്രിയ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ വരുണിനെ നേരെ തന്നെ നോക്കുകയാണ്, എന്താ ഈ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പം കൈയടിച്ചുകൊണ്ട്, അതായത് ക്ലാപ്പ് ചെയ്തുകൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, അപ്പോൾ വരുൺ പറഞ്ഞിട്ടാണ് വിനോദ് സൈൻ ചെയ്ത് കൊടുത്തത്. അപ്പോൾ വരുൺ പറഞ്ഞിട്ട് തന്നെയാണ് സുവർണ 25 ലക്ഷം മറ്റൊരു അക്കൗണ്ടിലേക്ക് അയച്ചിരിക്കുന്നതും. എന്നിട്ടും വരുണിന് നേരെ നോക്കാതെ തന്നെ ഗോവിന്ദ് പറയാണ്, അപ്പോൾ ഇവനാണ് കമ്പനിയെ ചതിച്ചത് അല്ലേ? വരുണാണെങ്കിൽ ഭൂമി ഒന്ന് പിളർന്ന് താഴേക്ക് പോയെങ്കിൽ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. കാരണം ഇതുവരെ ചെയ്ത കള്ളത്തരങ്ങളൊക്കെ ഗോവിന്ദേട്ടൻ പിടിച്ചു എന്നുള്ളത് മനസ്സിലാക്കി. അതുപോലെ തന്നെ രാധികയ്ക്കും സ്വന്തം മോനെക്കുറിച്ചാണ് പറയുന്നത്. എത്രയായാലും എന്തൊക്കെ തെറ്റ് ചെയ്തു പറഞ്ഞാൽ ഒരു അമ്മേനെ സംബന്ധിച്ച് സ്വന്തം മകനാണല്ലോ. അപ്പോൾ കേട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് രാധികയുള്ളത്. മാത്രമല്ല വരുൺ ഒറ്റയ്ക്ക് ചെയ്തൊരു തെറ്റല്ല, ഗീതുവിനെ കൊല്ലുക എന്നുള്ളത് എല്ലാവരുടെയും അജണ്ട ആയിരുന്നല്ലോ. അപ്പോൾ രാധിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തെങ്കിലും ഇപ്പം ചെയ്തില്ലെങ്കിൽ ഗോവിന്ദ് വരുണിനെ അടിച്ച് പുറത്താക്കും. പിന്നെ അവനൊരു മടങ്ങി വരവുണ്ടാവില്ല. ഇനി ഒരു വഴിയേ ഉള്ളൂ. എന്നിട്ട് ഗോവിന്ദ് സർവ്വദേഷ്യത്തോടും കൂടി വരുണിനെ നോക്കിക്കൊണ്ട് വരുണിൻ്റെ നേരേക്ക് നടക്കുകയാണ്. ആ ഒരു ചെറിയ മൊമെൻറ്റ്, അത്രയും മൈന്യൂട്ടായ ആ ഒരു സമയം കൊണ്ട് ഇടയിലേക്ക് രാധിക ഇടിച്ച് കയറും. എന്നിട്ട് വരുണിൻ്റെ കവിളത്ത് ചെകിട്ടത്ത് നോക്കി അടിക്കുകയാണ്. ഗോവിന്ദ് അടക്കം എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അടി കൊണ്ടപ്പം വരുൺ പെട്ടെന്നുണ്ടായ അടിയുടെ ആ ഒരു ഷോക്കിൽ വരുൺ അവിടുന്ന് നിലത്തേക്ക് വീഴുകയാണ്. ശരിക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് രാധിക വരുണിനെ തല്ലിയത് കണ്ടപ്പോൾ. പക്ഷേ രാധികയുടെ ഒരു ഗെയിമായിരുന്നു അത്. കാരണം ഗോവിന്ദ് ഇടപെടും മുന്നേ രാധിക ഇടപെട്ട് കഴിഞ്ഞാൽ, മറ്റേത് ഗോവിന്ദ് തന്നെ തീർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരുൺ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. പക്ഷേ രാധിക തല്ലിക്കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും വരുൺ ഇങ്ങോട്ടേക്ക് വരാം. അപ്പം രാധിക വരുണിനെ പിടിച്ച് നെഞ്ചിനിങ്ങനെ പിടിച്ച് ദേഷ്യത്തോടെ ശക്തിയിലിടിക്കുകയാണ്. എന്നിട്ട് ക്രുദ്ധയായിക്കൊണ്ട് പറയുന്നുണ്ട്, സ്വന്തം സ്ഥാപനത്തെ ചതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ പറയാൻ. വീണ്ടും തല്ലാൻ വേണ്ടി കൈയോങ്ങിയപ്പോഴേക്കും ഗോവിന്ദ് വിളിക്കുകയാണ്, അമ്മേ. അപ്പോഴേക്കും തല്ലാണ്ട് വേഗം വരുൺ അങ്ങോട്ടേക്ക് വലിച്ചെറിയും. എന്നിട്ട് പറയും, കരൺ നായിക്ക് എന്നൊരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ഇവൻ തന്നെ കളിച്ച കളിയാണിതൊക്കെ. ഇങ്ങനെയൊരു തട്ടിപ്പ് നടത്തി ഇവനെ ഇനി ഇവിടെ കണ്ടുപോകരുത്. ഇറങ്ങിപ്പോടാ എൻ്റെ കൺമുന്നിൽ നിന്ന്. എന്നിട്ട് വരുണിനെ പിടിച്ച് തള്ളുകയാണ്, ഇറങ്ങിപ്പോവാൻ, നിന്നെ ഇനി എനിക്ക് കാണണ്ട. എല്ലാവരുടെയും മുന്നിൽ ഒരു പരിഹാസപാത്രമായിട്ട് നിൽക്കുകയാണ് വരുൺ. കാരണം ഗോവിന്ദേട്ടൻ കള്ളത്തരം കണ്ടുപിടിച്ച്, അതുപോലെ തന്നെ അമ്മയാണെങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. തല്ലിക്കൊണ്ട് പറഞ്ഞു വിടുകയാണ് പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. എന്ത് പറഞ്ഞാലും രേഖക്കാണെങ്കിലും ഭയങ്കര സങ്കടം വരികയാണ്. കാരണം അവളുടെ ഭർത്താവാണല്ലോ. വരുൺ അവിടെ നിന്നിട്ട് നിസ്സഹായനായിട്ട് ഗോവിന്ദിനെ നോക്കുകയാണ്. അപ്പം ഗോവിന്ദ് വീണ്ടും അടുത്ത് വന്നിട്ട് ആ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ കലർന്ന ശബ്ദത്തിൽ പറയാണ്, വെറും ഒരു 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലടാ. അമ്മ പറഞ്ഞതുപോലെ തന്നെ കരൺ നായിക്ക് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വരുണിൻ്റെ ഒരു എക്സ്ട്രാ അക്കൗണ്ടായിട്ടാണ് ഗോവിന്ദ് അപ്പോൾ ധരിക്കുന്നത്. അപ്പം നിന്നേന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വരുണിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുമ്പോഴേക്കും ഇടയിൽ കയറുകയാണ് രാധിക. കാരണം വരുണിന് എന്തെങ്കിലും ഗോവിന്ദ് ചെയ്യുന്നതിന് മുന്നേ ഇടയിൽ കയറുകയാണ്. അതിനുശേഷം പറയും, കണ്ണാ, ഇനി ഇവനുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല, പോടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വരുണിനെ തള്ളുകയാണ്.
വരുണിൻ്റെ ആ ഒരു നിൽപ്പ് കാണുന്ന സമയത്ത് രാധികക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. കാരണം സ്വന്തം മോനാണല്ലോ. അതുപോലെ തന്നെ രേഖയും പൊട്ടിക്കരയാണ്, ഭർത്താവാണല്ലോ. എല്ലാവരും വീണ്ടും ഒന്നും കൂടെ നോക്കിക്കൊണ്ട് അപഹാസ്യനായിട്ട് വരുൺ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നെഞ്ച് പൊട്ടുന്ന വേദനയിൽ രാധിക അത് കണ്ടു നിൽക്കുന്നുണ്ട്. കാരണം വേറെ വഴിയില്ല. കാരണം രാധിക ഇടയിൽ കയറിയിട്ടില്ലെങ്കിൽ ഗോവിന്ദ് അവൻ എന്നേക്കുമായിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടും. വരുൺ അവിടെ നിന്ന് ഒരു കുറ്റവാളിയെ പോലെ ഇറങ്ങിപ്പോകുന്നത് നോക്കിയിട്ട് തൊട്ട് മുകളിലായിട്ട് രഞ്ജു നിൽപ്പുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ചെയ്തു വെച്ചത് രഞ്ജുവാണ്. വരുൺ അവിടെ നിന്ന് പോകുമ്പോഴേക്കും രേഖയും അതുപോലെ തന്നെ രാധികയും ഉള്ളുകൊണ്ട് തേങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവർണിക വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗീതുവിൻ്റെ മടങ്ങി വരവ്. ഗീതു കാറിൽ വന്ന് അവിടെ ഇറങ്ങുകയാണ്. ഗീതു ഇവിടെ നടന്ന ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വരുൺ ഉമ്മറത്തെത്തിയപ്പോഴേക്കും തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ സുവർണയും വരുന്നുണ്ട്. സുവർണയ്ക്ക് വരുണിനെ തൊടാനൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ രണ്ടും കൽപ്പിച്ച് തൊട്ടിട്ട് വിളിക്കുന്നുണ്ട്, വരുൺ സാർ. കൂടെ നിന്നിട്ട് നീ എന്നെ ചതിക്കുമായിരുന്നല്ലേടി, പൊട്ടിത്തെറിക്കുകയാണ് വരുൺ. അപ്പം സുവർണ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാണ് സാർ, എല്ലാം കണ്ടെത്തിയതിന് ശേഷമാണ് ഗോവിന്ദ് സാർ നമ്മളെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യുന്നത്. ആ കുറ്റം നീ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഞാൻ നിനക്ക് ചോദിക്കുന്ന പണം തന്നേനെ. നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചതാ ഞാൻ ചെയ്ത തെറ്റി. അപ്പോഴേക്കും മുറ്റത്തുള്ള സ്റ്റെപ്പ് കയറിയിട്ട് ഗീതു വരുന്നുണ്ട്. ഇവരുടെ തർക്കം ഗീതു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഗീതു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്താ സംഭവം എന്ന് മനസ്സിലാവായിട്ട്. അപ്പോൾ വരുണൊരു പ്രതികാരത്തോടു കൂടി ഗീതുവിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഗീതു അടുത്തെത്തിയെന്ന് ചോദിക്കുകയാണ്, ഓ വന്നോ, ഇവിടെ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നീ അങ്ങ് മാറിക്കളഞ്ഞു അല്ലേടി. എല്ലാ തെളിവുകളും ഏട്ടന് കൈമാറി എന്നെ ഇവിടുന്ന് പുറത്താക്കിയപ്പോൾ നിൻ്റെ ഉദ്ദേശം നടന്നല്ലോ അല്ലേ, നീ അനുഭവിക്കൂടി. അപ്പോഴേക്കും ഗീതു ദേഷ്യത്തിൽ പറയുന്നുണ്ട്, കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടും, ഇതിപ്പോൾ പൊട്ടൻ ആട്ടം കാണുന്നത് പോലെയാണ്, നീ കൂടുതൽ പൊട്ടിക്കളിക്കല്ലേ. അപ്പോഴേക്കും സുവർണ പറയാണ്, വരുൺ സാർ കൂടുതലായിട്ട് സംസാരിക്കണ്ട, ഈ ദേഹത്ത് എവിടെയൊക്കെ ക്യാമറ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ വരുൺ നല്ല ദേഷ്യത്തിലുണ്ടായിരുന്നത്. നീ ഇനി എത്ര ക്യാമറ വെച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ കമ്പനിയെ ചതിച്ചവനും ഒറ്റിക്കൊടുപ്പുകാരനുമായി. അപ്പോൾ ഗീതു പുച്ഛത്തോടെ പറയും, നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അതേടി, ഞാൻ കമ്പനിയെ ചതിക്കുന്നവനും ഒറ്റുകൊടുപ്പുകാരനും തന്നെ ആയിരുന്നു. പക്ഷേ ഇന്നേ വരെ ഇവിടെ ആരും എന്നെ അങ്ങനെ നോക്കിയിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് മുന്നിൽ പരിഹാസ്യനായിട്ട് നിന്നു. അപ്പോൾ ഗീതു ഇതൊക്കെ പരിഹാസത്തോടെ കേട്ട് നിൽക്കുകയാണ്. അറക്കൽ കുടുംബത്തിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന എൻ്റെ അമ്മ എന്നെ ഇവിടെ നിന്നും ഇറക്കി വിട്ടു. ഗീതുവിന് അത് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു. രാജാവിനെ പോലെ കഴിഞ്ഞിരുന്ന ഞാൻ ഒരു ഭിക്ഷക്കാരനെ പോലെ ഇവിടുത്തെ പടിയിറങ്ങുവാണ്. അതിനെല്ലാം കാരണം നീയാണ്. ഗീതുവിന് നേരെ വിരൽ ചൂണ്ടാണ്. പക്ഷേ ഗീതുവിന് തീർത്തും അത്ഭുതമായിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഗീതു ഒന്നും അറിഞ്ഞിട്ടും കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പം വരുൺ പറയുന്നുണ്ട്, അത് എന്നെ ഇവിടുന്ന് പടിയിറക്കിയിട്ട് നീ ഇവിടെ ഭരിക്കാമെന്ന് വിചാരിക്കേണ്ട. എനിക്കിപ്പോൾ കിട്ടിയ ശിക്ഷയ്ക്ക് പകരമായിട്ട് ഞാൻ നിനക്ക് വിധിക്കുന്നത് മരണമാണ്. ഗീതുവിന് നേരെ അടുത്തൊന്നുകൂടെ ചേർന്ന് നിന്നിട്ട് വരുൺ പറയാണ്. അതിനുശേഷം പറയും, ഞാനത് നിനക്ക് വേണ്ടി നടപ്പാക്കുന്ന ദിവസത്തിനായി നീ കാത്തിരുന്നോ എന്ന് പറഞ്ഞ് ഗീതുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. തൊട്ടു പിന്നാലെ തന്നെ വാലായിട്ട് സുവർണയും. അപ്പോഴാണ് അജാസ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഗീതു അകത്തേക്ക് കയറുമ്പോൾ അജാസ് പറയുന്നുണ്ട്, വരുണിനെ കൊടുക്കാനുള്ള തെളിവുകൾ കണ്ടെത്തി ഗോവിന്ദ് സാറിനെ അറിയിച്ച അയാളെ ഈ കുടുംബത്തിൽ നിന്ന് ഇറക്കിവിട്ട മേഡത്തിൻ്റെ നീക്കം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഗീതു ഒന്നും മനസ്സിലാവാണ്ട് അങ്ങനെ അർത്ഥത്തിൽ ചിരിക്കും. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, ഇതിപ്പോൾ വരുൺ മാത്രമേ പുറത്തായിട്ടുള്ളൂ, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയിരുന്നെങ്കിൽ അതിനേക്കാളും വലിയ ആൾക്കാരെ ഈ കുടുംബത്തിൽ നിന്നും AGMൽ നിന്നും പുറത്താക്കാമായിരുന്നു. അപ്പോഴാണ് ഗീതു പറയുന്നത്, ഇവിടെ നടന്നത് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓ, കമ്പനിയിൽ വരുൺ സാർ നടത്തിയ തട്ടിപ്പ് മനസ്സിലാക്കി ഗോവിന്ദ് സാർ അയാളെ പുറത്താക്കി. ഗീതുവിനതൊരു ഷോക്ക് തന്നെയായിരുന്നു. പക്ഷേ ആ പുറത്താക്കൽ എത്ര നാളത്തേക്കുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല, അജാസ് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയാണ്, അജാസ്, അവർക്കെതിരെ ഞാൻ ചില തെളിവുകൾ ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ ആ കാര്യം കണ്ണേട്ടനോട് പോലും പറഞ്ഞിട്ടില്ല. ഓ, എങ്കിൽ ഗോവിന്ദ് സാർ തന്നെ നേരിട്ട് തട്ടിപ്പുകൾ കണ്ടെത്തി കാണും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കുറച്ചു നാളത്തേക്ക് വരുണിൻ്റെ ശല്യം ഉണ്ടാവില്ല. ഗീതു അകത്തേക്ക് കയറുന്ന സമയത്ത് ഒരു ഭാഗത്ത് വെപ്രാളത്തോടെ രാധികാമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. രേഖയാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പം പ്രിയ സമാധാനിപ്പിക്കുകയാണ്, രേഖച്ച് ഇങ്ങനെ വിഷമിക്കരുത്, വരുണിൻ്റെ സ്വന്തം തെറ്റുകളൊക്കെ മനസ്സിലാക്കി തിരിച്ചു വരും. കാഞ്ചനയെ സമാധാനിപ്പിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വരുൺ പാപ്പ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെയാണ് രാധിക പെട്ടെന്ന് നോക്കുമ്പോൾ ഗീതുവിനെ കാണുന്നത്. ഇപ്പോൾ രാധിക വിചാരിക്കുന്നുണ്ട്, വരുണിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് എനിക്കറിയാം, ഇവൾ കാണുക തന്നെ എൻ്റെ അടുത്ത ഷോ തുടങ്ങാം. പെട്ടെന്ന് രാധിക പറയാണ്, രേഖ, വരുൺ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സാഹചര്യത്തിൽ നിനക്കെന്താ ഇവിടെ കാര്യം? നീയും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം രേഖ ഇങ്ങനെ ഷോക്കാവാണ്. ഒപ്പം പ്രിയയും ഗീതും ഒക്കെ. കാഞ്ചനയും പറയും, രാധിക മാമി പറയുന്നതിൽ ശരിയുണ്ട്, വരുൺ പാപ്പ ഇല്ലാതെ രേഖ പാപ്പയ്ക്ക് ഈ വീട്ടിൽ എന്താ അവകാശം? പ്രിയ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ രേഖയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്നത്? വരുണിൻ്റെ കൂടെയാണ് രേഖ ജീവിക്കേണ്ടത്. അവൻ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഇവളെ അവിടെ കൊണ്ടുപോയി വിടാം. രാധിക ഘനഗാംഭീര്യത്തോടെ പറയാണ്. ഇറക്കി വിട്ടെന്ന പേരുദോഷം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോഴേക്കും ഗീതു ഇടപെടുകയാണ്. ഇത്തരം അഭിപ്രായങ്ങൾ ഈ കുടുംബത്തിലുണ്ടെങ്കിൽ അത് പറയേണ്ടത് കണ്ണേട്ടനാണ്. രേഖേച്ചിയുടെ കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹമാണ്. അപ്പോഴേക്കും കാഞ്ചനയും പറയാണ്, ആമാ, ഗോവിന്ദ് മാമനാണ് എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ വിനോദ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരു പക്ഷത്ത് ഉറച്ചു നിൽക്ക്, നായയുടെ നാവ് പോലെ ഇങ്ങനെ ആടാതെ.
പ്രിയയും പറയുന്നുണ്ട്, കാഞ്ചനൊക്കെ കുറച്ചു നേരം മിണ്ടാതിരിക്കുക, ഗീതു ചേച്ചി പറയുന്നത് ഗോവിന്ദേട്ടൻ പറയുന്നതിന് തുല്യമാ. ആ ഒരു അധികാരത്തോടെ തന്നെ ഗീതു പറയാണ്, എങ്കിൽ കണ്ണേട്ടൻ പറയാത്ത സ്ഥിതിക്ക് ആ ഒരു കാര്യം ഞാൻ പറയാം. രേഖേച്ചി എന്നും ഈ കുടുംബത്തിന്റെ ഭാഗമായി ഇവിടെ തന്നെ കാണും. രാധികക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഗീതുവിനെ നേരെ തിരിഞ്ഞിട്ട് പറയാണ്, ഈ കുടുംബം നശിപ്പിക്കാനുള്ള നിന്റെ പ്ലാനാണ് ഇതെല്ലാം. നീ ഒറ്റയൊരുത്തി കാരണം എൻ്റെ മോനെ എൻ്റെ കൈകൊണ്ട് തന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. അപ്പോൾ ഗീതു ചിരിച്ചുകൊണ്ട് പറയും, ഓ പുറത്താക്കിയത് രാധികാമയാണോ? എങ്കിൽ ഉറപ്പായും അതിലെന്തെങ്കിലും ഒരു ഡ്രാമ കാണും. അധികം വൈകാതെ വരുണേട്ടൻ പൊടിയും തട്ടി അകത്തേക്ക് കയറിക്കോളും. അവൻ വരുന്നത് വരെ രേഖയെ ഇവിടെ നിർത്താൻ പറ്റില്ല. രാധിക പറയാണ്, ഞാൻ കണ്ണനോട് സംസാരിക്കും. അപ്പോൾ രേഖ കരഞ്ഞോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് അമ്മയ്ക്ക് എന്താ ഇത്ര വാശിയുണ്ട്, തൽക്കാലം അത്രേ അറിഞ്ഞാൽ മതി. അപ്പോഴേക്കും ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ പ്രശ്നം? ഭർത്താവിൻ്റെ കൂടെയാണ് ഭാര്യ ജീവിക്കേണ്ടത്. രേഖ വരുണിൻ്റെ കൂടെ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോഴേക്കും ഗോവിന്ദ് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടേക്ക് വരുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, ഭർത്താവ് ചെയ്ത തെറ്റിന് ഭാര്യയെ ഇറക്കി വിടാൻ പറ്റില്ല. ഭർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടത് ഭാര്യയായി ഇവളാണ്. അതുകൊണ്ട് ഇവളും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഗീതു കളയെക്കൊണ്ട് പറയും, ആഹാ നല്ല ന്യായം. കല്യാണം കഴിഞ്ഞിട്ടല്ല വരുണേട്ടൻ ഇങ്ങനെ ആയത്. ജന്മന ആൾ ഉടായിപ്പായിരുന്നു. അപ്പോൾ പ്രശ്നം വളർത്തു ദോഷമാണ്. അങ്ങനെയാണെങ്കിൽ രേഖേച്ചിയല്ല, വളർത്തി പിഴയാക്കിയ അമ്മയാണ് വരുണേട്ടൻ ഇപ്പം പോയി താമസിക്കേണ്ടത്. ഇനിയെങ്കിലും അമ്മ പോയി വരുണേട്ടനെ ഒന്ന് കറക്റ്റ് ചെയ്യണം. അമ്മേ പ്ലീസ്, അമ്മ വിചാരിച്ചാലേ നടക്കൂ. അമ്മയെക്കൊണ്ടേ അതിന് പറ്റൂ. ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച അമ്മ തന്നെ ഈ ത്യാഗം കൂടെ ചെയ്യണം. പറ്റില്ല എന്ന് പറയല്ലേ അമ്മേ. അപ്പോഴേക്കും ഗോവിന്ദ് ഇടപെടുകയാണ്, ഗീതു മതി നിർത്ത്. അപ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട്, ഗീതു ചേച്ചി പറയുന്നത് കാര്യമുണ്ട് ഏട്ടാ. രേഖേച്ചി പറഞ്ഞാലൊന്നും വരുണേട്ടൻ നേരെയാവില്ല. അമ്മ തന്നെ ഉപദേശിക്കണം. അപ്പോഴേക്കും ഗീതുവും പറയാം, ദാ കേട്ടോ, അമ്മയും വരുണേട്ടനും ഒരുമിച്ച് താമസിക്കണമെന്നാ പ്രിയമോള് പോലും പറയുന്നത്. വിനോദും പറയും, ആ അതാണ് നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോഴേക്കും കാഞ്ചന പറയാണ്, പെട്ടിയെടുക്കട്ടെ മാമി. രാധിക ദേഷ്യത്തോടെ പറയും, എന്നെ ഇവിടെ നിറക്കാമെന്ന് ആരും ശ്രമിക്കണ്ട. രേഖ തന്നെയാ വരുണിനൊപ്പം താമസിക്കേണ്ടത്. അപ്പോഴേക്കും ഗോവിന്ദ് രാധികയ്ക്ക് നേരെ കൈ മതി എന്നുള്ള അർത്ഥത്തിൽ കാണിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ബലം പ്രയോഗിച്ച് ഈ വീട്ടിൽ നിന്ന് ആരും ആരെയും ഇറക്കി വിടില്ല. ഇതുവിനെ നേരെ നോക്കിയിട്ട് പറയും, ആരെയും. വരുണിനൊപ്പം പോയി ജീവിക്കണോ അതോ ഈ കുടുംബത്തിൽ തുടരണോ തീരുമാനിക്കേണ്ടത് രേഖയാണ്. അപ്പം രേഖ പറയുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ താല്പര്യമില്ല. പ്രശ്നം തീർന്നല്ലോ, രേഖ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഗോവിന്ദ് പറയുന്നുണ്ട്. അപ്പോഴേക്കും രാധിക പറയാം, കണ്ണാ ഞാൻ പറഞ്ഞത് അമ്മ പോകുന്നില്ല എന്നുള്ള തീരുമാനം അമ്മ പറഞ്ഞല്ലോ, അതുപോലെ സ്വയം തീരുമാനം എടുക്കാനുള്ള അവകാശം രേഖയ്ക്കുണ്ട്. ഗോവിന്ദിൻ്റെ ആ തീരുമാനം ഗീതുവിന് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ പ്രിയയാണെങ്കിലും രേഖയാണെങ്കിലും വിനോദാണെങ്കിലും ഒക്കെ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അതിനുശേഷം ഗോവിന്ദ് രാധികാമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. വിടമ്മേ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ പുറത്തേക്കും തട്ടി സമാധാനിപ്പിച്ചിട്ടാണ് ഗോവിന്ദ് അവിടുന്ന് പോകുന്നത്. പിന്നാലെ പോകാൻ നോക്കുന്ന ഗീതുവിനോട് കാഞ്ചന പറയുന്നുണ്ട്, ഗീതു പപ്പ മൊബൈൽ ഫോൺ ഇവിടെ ചാർജിന് വെച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ എടുക്കാൻ പോകുമ്പോഴേക്കും ഗീതു ആലോചിക്കുകയാണ്, ദൈവമേ ഞാനിവിടെ കുത്തിവെച്ച ഫോണിൽ നിന്നായിരിക്കുമോ എനിക്ക് കണ്ണേട്ടൻ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. ആ ഒരു ചിന്തയിൽ നിൽക്കുമ്പോഴേക്കും കാഞ്ചന ഫോൺ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും ഗീതു മുകളിലേക്ക് പോവുകയാണ്. ഗീതുവിന് പിന്നാലെ വന്നിട്ട് രാധിക വെല്ലുവിളിക്കുന്നുണ്ട്, ഗീതു ഇപ്പം നിന്റെ തന്ത്രം ഫലിച്ചു നീ കരുതണ്ട. രേഖയെ ഞാൻ പുറത്താക്കും. വരുണില്ലാത്ത ഈ വീട്ടിൽ അവളും വേണ്ട. അപ്പം ചിരിച്ചുകൊണ്ട് ഗീതു പറയുന്നുണ്ട്, എൻ്റെ രാധികാമ്മേ നിങ്ങളെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. രേഖേച്ചിയെ പുറത്താക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം. ആ ആവശ്യം മുറുകെ പിടിച്ച് വരുണേട്ടനെ വീണ്ടും ഇവിടെ തന്നെ കണ്ണേട്ടനെ കൊണ്ട് എത്തിപ്പിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം. രാധികക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. രേഖേച്ചിയുടെ വാക്ക് പാലിക്കാൻ കണ്ണേട്ടൻ വീണ്ടും തിരിച്ച് വരുണിനെ ഇവിടെ എത്തിക്കുമെന്നുള്ളത് നിങ്ങളുടെ വെറും വ്യാമോഹം മാത്രമാണ്. അതിനുവേണ്ടി വാങ്ങിച്ച പരിപ്പേ ഇവിടുത്തെ അടുപ്പിൽ വേവില്ല. രാധിക പറയുന്നുണ്ട്, ഞാൻ വാങ്ങിച്ച പരിപ്പ് എവിടെ വേവിക്കണം എന്ന് എനിക്കറിയാടി. കണ്ണൻ പുറത്താക്കും മുമ്പ് വരുണിനെ ഞാൻ പുറത്താക്കിയത് കണ്ണനോടുള്ള എൻ്റെ സ്നേഹവും വാത്സല്യവും അവനെ മനസ്സിലാക്കാനാ. വരുണിനേക്കാൾ ഞാൻ കണ്ണനെ സ്നേഹിക്കുന്നതെന്ന് അവനറിയാം. കേട്ട് നിന്നിട്ട് ഗീതു പറയുന്നുണ്ട്, അതും ഞാൻ പൊളിക്കും. അത് നിനക്കെന്നല്ല ആർക്കും തകർക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ മകനേക്കാൾ പലപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന കണ്ണൻ ഞാൻ നിർബന്ധം പറഞ്ഞാൽ രേഖയെ പുറത്താക്കും. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, വരുണിനെ തിരികെ ഇവിടെ വീണ്ടും കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്ത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷേ ഇവിടെ നിന്നും രേഖേച്ചിയെ ഒരു മിനിറ്റ് പോലും പുറത്താക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിന് ശ്രമിക്കുന്നതേ എല്ലിൽ കടിച്ച് പല്ല് കളയുന്നതിന് തുല്യമാണ്. ഈ കളിയിലെ നിങ്ങൾ തോറ്റുപോകും എന്ന് പറഞ്ഞ് രാധികയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗീതു മുറിയിലേക്ക് പോകുന്നത്. ഗീതു മുറിയിലെത്തിയിട്ട് സാരി അഴിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡോറ് തുറന്നിട്ട് ഗോവിന്ദ് കയറി വരുന്നത്. അപ്പം പെട്ടെന്ന് രണ്ടുപേരും ഷോക്കാവാണ്. അപ്പം ഗീതു ആണെങ്കിലും പെട്ടെന്ന് സാരി കൊണ്ട് ഇങ്ങനെ മറക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയും, സോറി, ഐ എം എക്സ്ട്രീംലി സോറി. വാതിലൊന്ന് മുട്ടിയിട്ട് കയറി വരരുതോ കണ്ണേട്ടനെ? അതിന് ഞാൻ സോറി പറഞ്ഞല്ലോ, പിന്നെന്താ? അപ്പോൾ ഗീതു ചിരിച്ചുകൊണ്ട് പറയും, സീൻ മുഴുവൻ കണ്ടിട്ട് സോറി പറഞ്ഞിട്ട് പിന്നെന്താ കാര്യം? എനിക്കാകെ നാണക്കേടായില്ലേ? അപ്പോഴേക്കും ഗോവിന്ദ് ദേഷ്യത്തോടെ വന്നിട്ട് പറയും, എന്നെ മാത്രം കുറ്റം പറയണ്ട. അത്രയ്ക്ക് നാണോമാനം ഉള്ളവർ റൂം ലോക്ക് ചെയ്തിട്ട് വേണം ഡ്രസ്സ് മാറ്റാൻ. ഓഹോ, ഇപ്പോൾ കുറ്റം എനിക്കായോ? എല്ലാം കണ്ട് രസിച്ച കണ്ണേട്ടൻ പരിശുദ്ധൻ. അപ്പോൾ ഗോവിന്ദ് ഉണ്ട്, അതിന് ഞാനൊന്നും കണ്ടില്ലല്ലോ. ഓ, അപ്പോൾ കാണാത്തതിന് സങ്കടം ഉണ്ടല്ലേ? എൻ്റെ പൊന്നെ, ഞാൻ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അതിനു വേണ്ടി കയറി വന്നതാ. നീ ഒന്ന് ക്ഷമിക്ക്.
അപ്പോൾ ഗീതു പറയണ്ടേ എനിക്കൊന്ന് തൽക്കാലം ഡ്രസ്സ് മാറ്റണം, കണ്ണേട്ടനൊന്ന് പുറത്ത് പോയി നിൽക്ക്. നീ ഡ്രസ്സ് മാറിക്കോ, ഞാനിങ്ങനെ തിരിഞ്ഞ് നിന്ന് സംസാരിച്ചോളാം. ഗോവിന്ദ് അവിടെ തിരിഞ്ഞ് നിൽക്കുകയാണ്. ആഹാ, അങ്ങനെ ഒളിഞ്ഞു നോക്കി രസിക്കേണ്ട, കണ്ണേട്ടൻ കാര്യം പറ, അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറിക്കോളാം. അല്ല ഗീതു, രേഖയുടെ കാര്യത്തിൽ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. വരുണും രേഖയും ഒരുമിച്ച് ജീവിക്കുന്നതാണ് നല്ലത്, എങ്കിലേ അവർ തമ്മിലുള്ള ബന്ധത്തിന് ഇഴയടപ്പം കൂടുള്ളൂ. അപ്പോൾ ഗീതു ഇങ്ങനെ പുച്ഛത്തോടെ ഇതാക്കിയിട്ട് പറയും, പിറുപിറുക്കുകയാണ്. ഇവിടെ കുറേ കാലം ഒരുമിച്ച് ഒരു ബെഡ് കഴിഞ്ഞിട്ടും ഇവിടുത്തെ ചങ്കറിന് ഇപ്പോഴും തെങ്ങ് എന്നിട്ട് മറ്റുള്ളവരുടെ ഇഴയടപ്പം കൂട്ടാൻ നടക്കുക, കഷ്ടം. അപ്പം ഗോവിന്ദ് ചോദിക്കട്ടെ, നീ എന്താ പിറുപിറുക്കുന്നത്? ഏയ്, നമ്മുടെ കാര്യമല്ല, ഞാൻ രേഖേച്ചിയുടെ കാര്യം ഓർത്തതാ. വരുണും രേഖയും ഒരുമിച്ച് താമസിക്കുന്നത് നല്ലതെന്ന് നിനക്കിപ്പോൾ തോന്നുന്നുണ്ടോ? ഒട്ടും തോന്നുന്നില്ല. ഈ വീട്ടിൽ തന്നെ വരുണേട്ടൻ രേഖച്ചിക്ക് സ്വൈര്യം കൊടുക്കുന്നില്ല. ഇനി രണ്ടുപേരും പുറത്തുപോയി ഒരുമിച്ച് താമസിച്ചാൽ 3-ാം ദിവസം രേഖച്ചിയെ വരുണേട്ടൻ ഫാനിൽ കെട്ടി തൂക്കും. അതിലും ഭേദം രേഖേച്ചി ഇവിടെ വെച്ച് നമ്മൾ തന്നെ അങ്ങ് കൊല്ലുന്നതാ. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഷോക്കാവാണ്. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗീതു പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അമ്മ പറഞ്ഞപ്പോൾ അതാണ് ശരിയെന്ന് ആദ്യം തോന്നി, ഇപ്പം നീ പറയുന്നത് കേട്ടപ്പോൾ ഇതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. അപ്പോൾ ഗീതു ചിരിച്ചുകൊണ്ട് പറയും, അതാണ് ഭാര്യ ചൊല്ലും ഇളം മധുരിക്ക, ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും, പിന്നെ മധുരിക്കും, പിന്നെ മധുരിച്ചുകൊണ്ടേയിരിക്കും എന്നല്ലേ ചൊല്ല്? അപ്പോൾ ഗോവിന്ദ് ചോദിക്കും, മുമ്പാ ചൊല്ല് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പം ആ ചൊല്ല് ഇങ്ങനെയാക്കി, കണ്ണേട്ടൻ കുറച്ചുകൂടി ന്യൂ ജനറേഷൻ ആവാനുണ്ട്, അതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഗോവിന്ദ് പറയും, ഓ ശരി, ഞാൻ ഇത്തിരി പഴഞ്ചനാ, എനിക്ക് ആ പഴയ ചൊല്ല് മതി. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയും, ഇവിടുത്തെ മുതുനെല്ലിക്ക രാധികാമ്മയുടെ ചൊല്ല് കേട്ടിട്ടാണ് വരുണേട്ടൻ ഇപ്പോൾ പുറത്തായത്. ഇനി കണ്ണേട്ടനും അതേ ചൊല്ല് കേൾക്കാനാ ഭാവമെങ്കിൽ കണ്ണേട്ടനും പുറത്താവും. നീ എന്നെയും പുറത്താക്കുമോ? മര്യാദക്കൊക്കെ നടന്നു കഴിഞ്ഞാൽ പുറത്താക്കാതിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഗോവിന്ദ് തൊഴുകൈയായിട്ട് നിന്നിട്ട് പറയും, വലിയ ഉപകാരം. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഗോവിന്ദ് ഗീതും തമ്മിലുള്ള ആ ഒരു കുറച്ച് രംഗങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇന്നത്തെ കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരെയും ബൈ.